ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അതെ, നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇതിനധികമായിട്ട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റോളം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് അധികം സവാളയുടെ ആവശ്യമില്ല. അധികം നല്ല ഇതിന് സവാള നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നമ്മൾ കുഞ്ഞുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുതിയൊരു ചിക്കൻ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം വെക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കഴുകിയപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസിലേക്ക് പോയാലോ. അപ്പം നമുക്കൊരു 5-6 കാശ്മീരി മുളകാണ് വേണ്ടത്. ഞാനിവിടെ കാശ്മീരി മുളകല്ല യൂസ് ചെയ്തിരിക്കുന്നത്, അത് നോർമൽ മുളകാണ് കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, കാശ്മീരി മുളകാണ് ഒരു 10 എടുത്തോളൂ. ഇതിപ്പോൾ നോർമൽ മുളകായതുകൊണ്ട് എരിവ് കൂടുന്നതുകൊണ്ട് ഞാൻ 5-6 എടുത്തോളൂ. നെക്സ്റ്റ് കുറച്ച് വിനാഗിരി വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയിലേക്ക് കിടക്കാം. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ ഉപ്പ് വേണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് തൈര് ആവശ്യമുണ്ട്. അത് ഒരു 2 ഇവിടെ പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. 3-4 സ്പൂൺ തൈര്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, പിന്നെ ഒരു 10-12 കുഞ്ഞുള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ മെയിൻ ഐറ്റം മല്ലിയിലയാണ് കേട്ടോ. ഇത്രയും ഐറ്റംസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. പിന്നെ വിനാഗിരി നമ്മൾ 1 സ്പൂൺ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വിനാഗിരി എന്തായാലും നമ്മൾ ഒഴിക്കണേ, അപ്പോൾ അതൊരു വെറൈറ്റി ഫ്ലേവറാണ്. ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഇടുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇഞ്ചി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിൽ. അടുത്തത് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും കുറച്ച് മതി കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് മല്ലിയില മതി. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. മസാലപ്പൊടികൾ പിന്നെ മുളക് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഈ പൊടികളും മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഇങ്ങനെ കട്ട തൈരാണ് കേട്ടോ കിട്ടാറുള്ളത്, പുളിയുള്ള തൈര് കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു 1/2 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുത്തത്. പുളിയുള്ള തൈരാണെങ്കിൽ 2 സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് വിനാഗിരി, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്താൽ മതി. അധികവും ഞാൻ വിനാഗിരിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ വിനാഗിരി ഒരു സ്പൂൺ അത്രേ ഉള്ളൂ, 1 സ്പൂൺ. അതിൽ ഒരു മീഡിയം എന്ന് പറയുമ്പോൾ 1 സ്പൂൺ തന്നെയാണ്. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാമേ. ഈ മസാല നല്ലൊരു മസാല കൂട്ട. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ, ഈ മസാല കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിൽ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മസാല എല്ലാം കൂടെ നമുക്ക് ഈ ചിക്കനിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. കൈ വെച്ച് ചെയ്യുമ്പോൾ കൈ നല്ല എരിവായിരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഉള്ളിലേക്കൊക്കെ ഇറക്കാമേ മസാല നന്നായി പിടിപ്പിക്കണം. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറക്കി ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ഗ്ലൗസ് വെച്ചിട്ട് കൈ കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാവേ. നന്നായിട്ട് മസാല ഒന്ന് പിടിപ്പിക്കണം. പിന്നെ ഇതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ആ തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ മതി. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിൽ കേട്ടോ, മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് 2 വിസിൽ അത്ര മാത്രം മതി കേട്ടോ, അധികം വേണ്ട. നമുക്ക് 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ എടുത്ത് നോക്കാവേ. അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യുകയാണ്.
കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഷവായയുടെ ഹാഫ് പോർഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പോർഷനാണ്. നമുക്കൊരു തവയിൽ ഒരു പാനിൽ ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ കേട്ടോ. ഈ കറിക്ക് മെയിനായിട്ട് സവാളയുടെ ആവശ്യമില്ല, സവാള വഴറ്റിൻ്റെ ആവശ്യമില്ല. മെയിനായിട്ട് എണ്ണയും കുറവാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുക്കറിലുള്ള ഓരോ ചിക്കൻ പീസസ് ആയിട്ട് നമുക്ക് നമ്മുടെ പാനിലേക്ക് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗ്രേവിയും വേണം. ആദ്യം 1-2 പീസസ് ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പാനിലേക്ക് എന്തായാലും നമുക്ക് ഗ്രേവിയും വേണം കേട്ടോ. ഈ എണ്ണ മാത്രമല്ല, നമുക്ക് ഗ്രേവിയും കൂടെ അങ്ങനെ ചിക്കനും ഗ്രേവിയും കൂടെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് തന്നെ നേരിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി ഈ ഒരു പോർഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷവായ് ചിക്കൻ അറ്റ് ഹോം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ല എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ എല്ലാം കണ്ടിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള എനർജി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചിക്കൻ വെച്ച് നോക്കണേ. സമയലാഭമാണ്. അതുപോലെ തന്നെ എണ്ണ അധികം യൂസ് ചെയ്യേണ്ട, സവാള വഴറ്റണ്ട, ഒന്നും ചെയ്യേണ്ട. അടിപൊളിയായിട്ടുള്ളതാണ്. നമുക്ക് ഇത്തിരിയും കൂടെ ഗ്രേവി വേണമെങ്കിൽ ആ വെള്ളം മുഴുവൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ആ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസിൽ വെച്ച് വേവിച്ചാൽ വേറൊരു കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനപ്പോൾ ഇത്രയും ഈ ഷവായ്ക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ വേറെ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഷവായ് ചിക്കൻ റെഡി ആകും കേട്ടോ. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കളറില്ലാത്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷവായ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നല്ലൊരു അടിപൊളി സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചില്ലി എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് അതെടുത്ത് കഴിക്കാനും കാണുമ്പോൾ തന്നെ ഒരു കൊതിയാവും കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. ഒരു പാത്രം ചോറ് കഴിക്കാൻ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ മെസ്സേജ് അയക്കണേ. അതുപോലെ തന്നെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്ക് ചെയ്യൂ. താങ്ക് യു.